എന്ന് പറയുമ്പോഴേക്കും അടുത്ത ഓണം അങ്ങോട്ട് എത്തി. എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞ ഓണം കഴിഞ്ഞൊരു ഓർമ്മയാണ് കേട്ടോ. അപ്പം ഞാൻ ഇന്നൊരു ഹെയർ ബണ്ണ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. കാരണം എനിക്ക് ഹെയർ ബണ്ണ് അത്ര ഇഷ്ടമല്ല, ചേരില്ല, ഭയങ്കര കഷ്ട, മുടി നിൽക്കില്ല, ടൈറ്റിൽ അങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ ഈ പറയുന്ന പോലെ മുടി ഇങ്ങനെ പിന്നിടുക, ഒരു ബണ്ണ് ഇങ്ങനെ മുകളിലിട്ട് പിന്നി താഴത്തും ഒരു ബണ്ണ് ഇട്ട് കൊടുക്കുക. അത് ഞാൻ മുന്നേ ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഫാഷൻ സെൻസ് ഇല്ല എന്ന് പറയും. ഇപ്പോൾ ഇതാണ് കേട്ടോ ഫാഷൻ. എന്നിട്ട് ഇങ്ങനെ പിന്നിയിട്ടിട്ട് ആ പിന്നിയിട്ട അടിഭാഗം ആ മുകളിലത്തെ ബണ്ണിൽ ചുറ്റിയിട്ട് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് ഇതിങ്ങനെ ഒരു ബണ്ണ് പോലെ ആക്കിയിട്ട് സെക്യൂർ ചെയ്യുക. ഞാനിതൊരു വീഡിയോ കണ്ടിട്ട് ട്രൈ ചെയ്തതാണ്. ട്രസ്റ്റ് മീ ഗായ്സ്, ഇത് അടിപൊളിയായിട്ട് ടൈറ്റായിട്ട് നിൽക്കും കേട്ടോ. ഞാൻ ആക്ച്വലി ഇത് കാണുന്നില്ല എങ്ങനെയുണ്ട് ബാക്ക് സൈഡ് എന്നുള്ളത്, പക്ഷെ നല്ല ടൈറ്റിൽ നിന്നു. ഒരു പിന്നേ കുത്തിയുള്ളൂ കേട്ടോ, യു പിന്നാണ് കുത്തിയത്. പക്ഷെ ഞാൻ 2 എണ്ണം കയ്യിലെടുത്തുകൊണ്ട് 2 പിന്നും കുത്തി കൊടുത്തു കേട്ടോ. പക്ഷെ ഞാൻ പിന്നെ വന്നിട്ട് വീഡിയോയിൽ കണ്ടപ്പോഴാണ് നല്ല അടിപൊളി റോസാപ്പൂ പോലെ ഉണ്ട് കേട്ടോ മുടി ഇങ്ങനെ പിന്നിയിട്ട്. നല്ലൊരു ബണ്ണാണ് കേട്ടോ നമുക്ക് ബാക്ക് സൈഡ് ഉള്ളത്. പിന്നെ ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയ ഒരു പൂവാണ് കേട്ടോ. എനിക്ക് ചില സമയത്ത് മുല്ലപ്പൂവൊക്കെ വെക്കുന്ന സമയത്ത് തലവേദന എടുക്കാറുമുണ്ട്. അതുപോലെ തന്നെ ചിലപ്പോൾ പെയിൻ ശല്യങ്ങളും വരാറുണ്ട്. അപ്പോൾ മുല്ലപ്പൂ ഞാൻ അങ്ങനെ അധികം വെക്കില്ല. അപ്പോൾ അത് ഞാനിത് ഡാൻസിനും കൂടെ ഉപയോഗമാവുമെന്ന് പറഞ്ഞ് വാങ്ങിച്ചതാണ്. നോക്കിക്കോ, ഒരു റോസാപ്പൂ പോലെ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ ഈ ഒരു ബണ്ണ്. എന്തായാലും ഈ ഒരു ഓണത്തിന് ഈ ഒരു ലുക്കിൽ എന്നെ നല്ലൊരു വോളിയം ആൻഡ് പ്ലസ് സെക്യൂർ തരുന്നൊരു ബണ്ണാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അപ്പോൾ അത്രയുള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.